അവർക്ക് നിശബ്ദത പുലർത്തുന്നത് അവരുടെ സ്വകാര്യ പ്രശ്നമാണ്. അവർക്ക് പേടിയുണ്ടാകാം, അവർക്ക് അങ്ങനെ അവർക്കൊക്കെ ചില ഭയങ്ങളുണ്ടാകാം. മനുഷ്യൻ ഭയപ്പെടുന്നത് എന്തെന്നാ എപ്പോഴാണ്? മനുഷ്യന് ഒന്ന് മരിക്കും, എന്നെ കൊല്ലുമെന്ന് പേടിയുള്ളപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളപ്പോൾ കിട്ടില്ല എന്ന് പോലുള്ളൂ. ഇല്ല, അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ മിണ്ടരുന്ന ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ആർക്കും കഴിയില്ല, അധികാരമില്ല. ഞാൻ ലോകത്തിലേക്ക് വന്ന അവരുടെ അനുവാദത്തോടെയല്ല. തെറ്റാണെന്ന് അംഗീകരിക്കാനുള്ള എളിമ വേണം മനുഷ്യൻ. ഞങ്ങളുടെ ഫാദർ തിരക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല, ഫാദർ സാധാരണ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനായ ഒരാളായതുകൊണ്ടാണ്. ആ വ്യത്യസ്തത എന്ന് പറയുന്നത് താങ്കളുടെ ധൈര്യമാണ്. അത് മതത്തിലാണെങ്കിലും സഭയ്ക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും അനീതി സംഭവിച്ചാൽ അത് എത്ര വലിയവരാണെങ്കിലും വെട്ടിത്തുറന്ന് പറയാനുള്ള താങ്കളുടെ ഒരു മനസ്ഥിതി, ഒരു ധൈര്യം, അത് തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഫാദറിന് മുന്നിൽ നിൽക്കാൻ ഒരു കാരണം പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു ധൈര്യത്തിലേക്ക് ആർക്കെതിരെയും വെട്ടിത്തുറന്ന് സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം താങ്കൾ കിട്ടിയത്? ഞാനൊരു ഗ്രാമത്തിൽ ഒരു ഗ്രാമീണനായ കൃഷിക്കാരൻ്റെ മകനായി ജനിച്ചവനാണ്. കൃഷിക്കാർക്ക് ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകതയുണ്ട്. ആരുടെയും ആശ്രിതരല്ല അവർ. ഈ പ്രപഞ്ചത്തോട് വിധേയത്വം പുലർത്തി അതിൽ നിന്ന് സർഗാത്മകമായി കൃഷി ചെയ്ത് അന്തസ്സോടെ ജീവിക്കുന്നവനാണ്. അവന് ദാരിദ്ര്യം ഉണ്ടാകാം, കഷ്ടപ്പാടുണ്ടാകാം, പക്ഷെ അതെല്ലാം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായി? അപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനൊരു മകനാണ് ഞാൻ. അതെൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ഞാൻ ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരോടും അപ്രിയമാകാനും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ബേസിക്കായിട്ട് ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസം ജീവിച്ച് ഒരു വൈദികനായി ജീവിച്ച കാലം മുഴുവൻ ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ പറയാനും ശ്രമിക്കണം. അത് പറയുമ്പോൾ എൻ്റെ ആത്മാവിനോട്, എൻ്റെ ആന്തരികതയോട് വിശ്വസ്ത പുലർത്തി പറയുക എന്നുള്ളതാണ് പ്രധാനം. എൻ്റെ ഉള്ളിലാണ് സത്യം, എൻ്റെ ആന്തരികതയിലാണ്. അത് എൻ്റെ സ്വകാര്യ സ്വത്തല്ല, അതെൻ്റെ സ്വത്തുമല്ല, അത് ഞാനാകുന്ന എൻ്റെ സത്യമാണ്, എന്നിലെ യാഥാർത്ഥ്യമാണ്. അതിനോടാണ് ഞാൻ വിശ്വസ്ത പുലർത്തേണ്ടത്. അതാണ് നമ്മൾ ചിലപ്പോൾ പറയും മനസ്സാക്ഷി എന്ന് പറയുന്നത്. മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ ആരുടെയും സാക്ഷ്യമല്ല, എൻ്റെ അഹത്തിൻ്റെ സാക്ഷ്യവുമല്ല. എൻ്റെ അഹത്തിന് അതീതമായി എന്നെയും ചോദ്യം ചെയ്യുന്ന എന്നിലുള്ളൊരു ശബ്ദമാണത്. ആ ശബ്ദത്തെ മറുതലിക്കാൻ ഞാൻ തയ്യാറല്ല. അതാണ് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതും, ചിലപ്പോൾ ഇഷ്ടമില്ല എങ്കിലും അവരും പാലിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നതും മറ്റുള്ളവർ കരുതുന്നതുമായ നമ്മൾ പൊതു ലോകം, കോമൺ സെൻസ് എന്ന് പറയും, പൊതു ലോകം അംഗീകരിച്ചിട്ടുള്ളതുമായ ചില കാര്യങ്ങളുണ്ട്. സത്യം, നീതി, ധർമ്മം, ഇതൊക്കെ നമ്മൾ പാലിക്കണം. ഇത് പാലിക്കണമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പലർക്കും പാലിക്കപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമല്ലേ? ഇതൊരു സഭയ്ക്കുള്ളിൽ മിണ്ടാതെ നിൽക്കുക എന്നുള്ളൊരു സംഭവമാണ്. ശരിയാണ് സുഹൃത്തെ, എല്ലാവർക്കും ബലഹീനത എനിക്കുണ്ടാകും. താങ്കളോട് ഞാൻ പറഞ്ഞത് എന്നോട് ആരും എന്നോട് ഇല്ല, അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ മിണ്ടരുന്ന ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ആർക്കും കഴിയില്ല, അധികാരമില്ല. ഞാൻ ലോകത്തിലേക്ക് വന്ന അവരുടെ അനുവാദത്തോടെയല്ല. എന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവം നൽകുന്ന ദൗത്യമുണ്ട്. അതാണ് ഞാൻ പാലിക്കേണ്ട ദൗത്യം. അതുകൊണ്ട് ആരും എന്നെ, ഞാൻ പറയുന്നത് ബലഹീനതകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എനിക്ക് തെറ്റുപറ്റാം, നിനക്ക് തെറ്റുപറ്റാം, അറിഞ്ഞുകൊണ്ട് തെറ്റുപറ്റാം. പക്ഷേ തെറ്റാണെന്ന് അംഗീകരിക്കാനുള്ള എളിമ വേണം മനുഷ്യൻ. എൻ്റെ ജീവിതത്തിൽ ഒരു പകപ്പിഴ വന്നാൽ, ഒരു അബദ്ധം എനിക്ക് വന്നു പോകാം. നമ്മൾ ബലഹീനരല്ലേ, മനുഷ്യരല്ലേ, എല്ലാവരും ബലഹീന. നമ്മൾ വീണു പോകാം. വീണ് കഴിഞ്ഞാൽ
ക്ഷമിക്കണം, ഞാൻ വീണുപോയി, എന്നെ സഹായിക്കണമെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണം, നടക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാനുള്ള ആ എളിമയും ആ സത്യസന്ധതയും ആ വിശുദ്ധിയും മനുഷ്യൻ കാത്തുസൂക്ഷിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. പക്ഷേ മനുഷ്യൻ വർത്തമാനകാലത്തിൽ താങ്കൾ പറയുന്നതിനോട് തീരെ യോജിക്കുന്നില്ല പലരും. കാരണം ഒരാൾ തെറ്റ് ചെയ്തു, എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പം നമ്മുടെ ബിഷപ്പ് ഒരു അദ്ദേഹം മനഃപൂർവ്വം ഒരു കാര്യം പറഞ്ഞു, അത് ശരിയാണെന്നും അതിന് ഒരുപക്ഷെ ആള് പറയുന്നവർക്ക് തന്നെ അറിയാം അത് തെറ്റാണ്, അങ്ങനെ സംഭവം ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി കണ്ടുവരുന്നത് പല സഭകളും നേതാക്കളും കണ്ടുവരുന്നത്. അവർക്ക് നിശബ്ദത പുലർത്തുന്നത് അവരുടെ സ്വകാര്യ പ്രശ്നമാണ്. അവർക്ക് പേടിയുണ്ടാകാം, അവർക്ക് അങ്ങനെ അവർക്കൊക്കെ ചില ഭയങ്ങളുണ്ടാകാം. മനുഷ്യൻ ഭയപ്പെടുന്ന എന്തെന്നാ എപ്പോഴാണ്? മനുഷ്യന് ഒന്ന് മരിക്കും, എന്നെ കൊല്ലുമെന്ന് പേടിയുള്ളപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളപ്പോൾ കിട്ടില്ല എന്ന് പോലുള്ളൂ. ഈ രണ്ട് ഭയവും 70 വയസ്സായി എനിക്കുണ്ടാവേണ്ട കാര്യമില്ല, എനിക്ക് ആവശ്യമില്ല. 50 വയസ്സായപ്പോഴും ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊരു വൈദികനായത് പണക്കാരനാവാനല്ല, ഞാനൊരു വൈദികനായത് ഏതെങ്കിലും തൊപ്പി കുപ്പായങ്ങൾ അണിയാനല്ല, സത്യത്തോടും കർത്താവിനോടും ക്രിസ്തുവിനോടും വിധേയത്വം പുലർത്തിക്കൊണ്ട് ജീവിക്കാനാണ്. അത് ജീവിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാനാണ്. അത് പറയുന്ന ഞാൻ ഞണ്ടിനെ പോലെ മുന്നോട്ട് പോകുന്നവർക്ക് പിന്നോട്ട് പോകരുത്, നേരെ നടക്കാൻ പഠിക്കണം. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഞാൻ നേരെ നടന്നു എന്ന് ഞാൻ പറയുമോ? ഇല്ല. എനിക്ക് വീഴ്ച ഉണ്ടാകുമ്പോൾ തെറ്റിപ്പോയി എന്ന് പറയാൻ എനിക്ക് കഴിയണം. അഗസ്ത്യൻ പറയുന്ന വലിയ മനോഹരമായൊരു കാര്യമുണ്ട്, എൻ്റെ വ്രണങ്ങൾ ഞാൻ തുറന്നു വയ്ക്കുന്നു, ഞാനൊന്നും ഒളിക്കുന്നില്ല. ഇതാണ് സത്യസന്ധത, ഇതാണ് ധർമ്മം, ഇതാണ് വിനയം, ഇതാണ് വിശുദ്ധി. ന്യൂസ് കേരളം ടുഡേ, നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിൻ്റെ കയ്യൊപ്പ്.